പാലയമാം പ്രഭു ശ്രീയേശുദേവാ പാവനചരിത നാമാമ്യകം പാലയമാം പ്രഭു ശ്രീയേശുദേവാ പാവനചരിത നാമാമ്യകം പരിതാപമകലാൻ യേശുവിൻ നാമം പരിതാപമകലാൻ യേശുവിൻ നാമം നാവിൽ തോന്നേണം ദയാനിധേ പാലയമാം പ്രഭു ശ്രീയേശുദേവാ ദുരിതപൂരിതമാ ജീവിതധാരയിൽ ശരണമേകും ദിവ്യ ജ്യോതി സ്വരൂപ ദുരിതപൂരിതമാ ജീവിതധാരയിൽ ശരണമേകും ദിവ്യ ജ്യോതി സ്വരൂപ മഹാത്ഭുത സംഭവ സ്മരണയിൽ നിത്യം കുടികൊള്ളണേ പാലയമാം പ്രഭു ശ്രീയേശുദേവാ പാവനചരിത നാമാമ്യകം പരിതാപമകലാൻ യേശുവിൻ നാമം പരിതാപമകലാൻ യേശുവിൻ നാമം നാവിൽ തോന്നേണം ദയാനിധേ പാലയമാം പ്രഭു ശ്രീയേശുദേവാ അഗതികൾക്കാശ്രയം അരുളുന്ന ദേവാ ആശ്രിത ദീനബന്ധോ യേശുദേവാ അഗതികൾക്കാശ്രയം അരുളുന്ന ദേവാ ആശ്രിത ദീനബന്ധോ യേശുദേവാ ആത്മവിശുദ്ധിയേകും തവ ദർശനം ആത്മവിശുദ്ധിയേകും തവ ദർശനം മിശിഹാനാഥനാം യേശുദേവാ പാലയമാം പ്രഭു ശ്രീയേശുദേവാ പാവനചരിത നാമാമ്യകം പരിതാപമകലാൻ യേശുവിൻ നാമം പരിതാപമകലാൻ
യേശുവിൻ നാമം നാവിൽ തോന്നേണം ദയാനിധേ. പാലയമാം പ്രഭു ശ്രീ യേശുദേവാ. ഈ പ്രഭാതത്തിൽ ഈശോ ഇന്ന് നമുക്ക് നൽകുന്ന തിരുവചനം അത് സങ്കീർത്തനം 86 അധ്യായമാണ്. സങ്കീർത്തനം 86 അധ്യായത്തിന് POC ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഇങ്ങനെയാണ്: നിസ്സഹായന്റെ പ്രാർത്ഥന. മറ്റെങ്ങും ഒരു ആശ്രയമില്ലാത്ത അവസ്ഥയിൽ ദാവീദ് തൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 86 സങ്കീർത്തനം. ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, നീ ഒന്ന് ചെവി ചാച്ച് തരിക, ഞാൻ എൻ്റെ ഹൃദയമൊന്ന് ചൊരിയട്ടെ നിൻ്റെ മുൻപിൽ. പ്രിയപ്പെട്ടവർ, ഇതൊരു നിസ്സഹായ അവസ്ഥയാണ്. എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ ഒരു ഇടമില്ലാത്തൊരവസ്ഥ. ആർക്കും സമയമില്ല കേൾക്കാനായിട്ട്, എല്ലാവരും തിരക്കിലാണ്. എൻ്റെ ഹൃദയം ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ആരോടാ ഒന്ന് പങ്കുവയ്ക്കുക? എൻ്റെ നൊമ്പരങ്ങൾ ആരുടെ മുമ്പിൽ ഞാൻ നിറയ്ക്കും? ഇതൊരു നിസ്സഹായ അവസ്ഥയാണ്. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പലരുടെയും അവസ്ഥ ഇതായിരിക്കാം. നമുക്കൊന്ന് ഹൃദയം തുറന്നൊന്ന് പറയാനായിട്ട്, ഒന്ന് പൊട്ടിക്കരയാനായിട്ട് ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥ. വിങ്ങി നിൽക്കുന്ന മനസ്സുമായിട്ട് ജീവിതഭാരം കൊണ്ട് നടക്കുന്ന അവസ്ഥ. ഒരു അഗ്നിപർവ്വതത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ഭാരം നിറഞ്ഞൊരവസ്ഥ. ഇതാണ് നിസ്സഹായ അവസ്ഥ. ഈ നിസ്സഹായ അവസ്ഥയിൽ ഈ സങ്കീർത്തകൻ പറയുകയാണ്: കർത്താവേ, നീ എനിക്കൊന്ന് നിന്റെ ചെവിയൊന്ന് ചാച്ചുതാ, നീ എന്നെ ഒന്ന് കേൾക്ക്, നിന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ ഹൃദയവികാരങ്ങളൊന്ന് ചൊരിയട്ടെ. പ്രിയപ്പെട്ടവരെ, പലരും പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്നെ ഒന്ന് കേൾക്കുവാൻ ആരുമില്ല. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബ ജീവിതം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് തൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ജീവിത പങ്കാളി, തന്നെ ഒന്ന് മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളി, ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയാനായിട്ട്, ഒന്ന് കരം ചേർത്ത് പിടിക്കുവാനായിട്ട് ഒരു ജീവിത പങ്കാളി. ഇതാണ് ഓരോ സ്ത്രീയും തൻ്റെ ഭർത്താവിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കും. പലപ്പോഴും നമുക്ക് തെറ്റുപറ്റും. നമ്മൾ വിചാരിക്കും വലിയൊരു കൊട്ടാരം പോലത്തെ വീടുണ്ടെങ്കിൽ, ഒരു കാറുണ്ടെങ്കിൽ, ഒത്തിരി ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിത പങ്കാളിയൊക്കെ ഹാപ്പിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി രാപകൽ അധ്വാനിക്കുക. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു പള്ളിയിൽ ഞാൻ വികാരിയായിട്ടിരിക്കുമ്പോൾ ആ പള്ളിയിൽ ഒത്തിരി സഹായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലി കഴിഞ്ഞാൽ ഓടി വരും പള്ളിയിലേക്ക്. പള്ളിയിലെ സകല കാര്യങ്ങളും നോക്കും. കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്, അവിടുത്തെ കൊയറിലുണ്ട്. സന്തോഷമായിട്ട് നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എല്ലാവർക്കും വലിയ കാര്യമായി ചെറുപ്പക്കാരൻ. അങ്ങനെ നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വിവാഹം വന്നു. വളരെ ആഘോഷമായിട്ട് പള്ളിയെല്ലാം എല്ലാം ചേർന്നുകൊണ്ട് വളരെ മനോഹരമായിട്ട് വിവാഹം നടത്തി. പക്ഷെ വിവാഹം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോൾ പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി, അവന് പണ്ടുണ്ടായിരുന്ന പ്രസരിപ്പ് അവൻ്റെ മുഖത്തില്ല. അവനാകെ ഒരു നിരാശയാണ്, അവനൊരു സന്തോഷമില്ലെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഒരിക്കൽ ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, എടാ മോനെ, നിൻ്റെ ജീവിതം എത്ര സന്തോഷകരമായിട്ട് പോയതാ? വിവാഹത്തിന് മുമ്പ് നീ എത്ര ഹാപ്പിയായ? നിനക്ക് എന്താ സംഭവിച്ചത്? ഇവിടെ അവൻ പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഒരു വിലയില്ല, എന്നോടൊരു വിലയില്ല, എന്നോടൊരു മീച്ചമില്ല. ഒരുപക്ഷെ ഞാൻ സമ്പാദിക്കുന്ന പണത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം. ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ പണം നിങ്ങളുടെ ജോലി കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ നീ 5 മണി വരെ ജോലി ചെയ്ത് ഓടി പള്ളിയിലേക്ക് വന്ന് പിന്നെ 10 മണി വരെ അല്ലെങ്കിൽ 8 മണി വരെയൊക്കെ പള്ളിയിൽ അധ്വാനിക്കണം. നീ ഒരു കാര്യം ചെയ്ത് നീ വേറൊരു ജോലിക്ക് പോകും, എന്നിട്ട് അതും കൂടി നീ സമ്പാദിക്കുക. അപ്പോൾ നിനക്ക് കുടുംബത്തിൽ സാമ്പത്തികമായ വരുമാനം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നിനക്ക് കുറച്ചും കൂടി ഹാപ്പിയാകാൻ സാധിക്കും. ആ മകനെൻ്റെ ആ ഉപദേശം കേട്ടുകൊണ്ട് അവൻ 5 മണി വരെ ജോലി ചെയ്തിരുന്നവൻ അത് കഴിഞ്ഞിട്ട് മറ്റൊരു കടയിൽ പോയിട്ട് വേറെ കുറേ ജോലി ചെയ്ത് 8 മണി വരെ വേറെ ജോലിക്കായി പള്ളിയിലേക്ക് അധികം വരാണ്ടായി. സാധാരണ ഞായറാഴ്ച മറ്റു ദിവസങ്ങൾ അവധി ദിവസങ്ങളിലൊക്കെ വരും, സാധാരണ ദിവസങ്ങളിൽ അവൻ 2 ജോലി ചെയ്തു വരികയാണ്. അങ്ങനെ ആ മാസം അവസാനമായി അവൻ എൻ്റെ അടുക്കൽ വന്നു, ഇതാ പൈസ എനിക്ക് കുറേയും കൂടിയുണ്ട്, ഈ പ്രാവശ്യം ഞാൻ കൊണ്ട് എൻ്റെ ഭാര്യയെ ഏൽപ്പിക്കാൻ. അവൻ പറയുകയാണ്, വീട്ടിലെ ധനകാര്യമെല്ലാം ഭാര്യയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ഭാര്യയുടെ കയ്യിൽ സന്തോഷത്തോടു കൂടി ഏതാണ്ട് ഇരട്ടി പണം കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിൽ അവൻ പോവുകയാണ്. അവനെ അനുഗ്രഹിച്ചാൻ വിട്ട് നിൻ്റെ കുടുംബം ഐശ്വര്യം നിറഞ്ഞതാകട്ടെ.
ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, അവൻ്റെ മുഖത്ത് വലിയ പ്രസാദമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ ഭാര്യയെ പള്ളിയിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, ഈ പള്ളിയിൽ ഏറ്റവും സന്തോഷമായിട്ട് നടന്ന പയ്യനാണ്. വിവാഹം വരെ വളരെ ആർഭാടത്വം എന്നുവെച്ചാൽ വളരെ വളരെ താല്പര്യത്തോടു കൂടി എല്ലാത്തിലും ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കാണുന്നില്ല. ഒരുപക്ഷെ നിനക്ക് കൂടുതൽ പണം കൊണ്ടു തന്നാൽ നീ വില വയ്ക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് 2 ജോലി ചെയ്ത് വരിക. എന്നിട്ടും അവൻ്റെ മുഖത്തു നിന്നൊരു പ്രസരിപ്പില്ല. അന്ന് ആ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ, പണം അതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നമെന്ന് ആരാ അച്ഛനോട് പറഞ്ഞത്? ഈ മനുഷ്യന് എന്നെ ഒന്ന് കേൾക്കാനോ എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാനോ അന്ന് എന്ത് സംഭവിച്ചെന്നൊന്ന് ചോദിക്കാനോ സമയമില്ല. നേരത്തെ ആൾ ജോലി കഴിഞ്ഞ് വന്ന് നിന്നുകൊണ്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പള്ളിയിലേക്ക് ഓടുമായിരുന്നു. ഇപ്പൊ പള്ളിയിലേക്ക് വരുന്നില്ല, പകരം വേറെ ജോലിക്ക് പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റമൊന്നുമില്ല. ഈ മനുഷ്യൻ എൻ്റെ കൂടെ ഒന്നിരിക്കാനോ ഞാൻ പറയുന്നൊന്ന് കേൾക്കാനോ അദ്ദേഹത്തിന് സമയമില്ല. പിന്നെ എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും? സത്യത്തിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ആ മകനെ വിളിച്ച് പറഞ്ഞു, എടാ, നീ വിചാരിക്കുന്നത് പോലെയല്ല പ്രശ്നം, അത് പണത്തിൻ്റെ പ്രശ്നമല്ല. ആ പെൺകുട്ടി നിന്നെ പ്രതീക്ഷിക്കുന്നത് അവളെ ഒന്ന് കേൾക്കുന്ന, അവൾ പറയുന്നത് കേൾക്കാൻ സമയമുള്ള, കൂടെ ഒന്ന് ഇരിക്കുന്ന, കരമൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു പുരുഷനെയാണ് ആഗ്രഹിക്കുക. അവനത് തിരുത്തുവാൻ തയ്യാറായ കുടുംബം ഇന്ന് സന്തോഷമായിട്ട് പോകുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് നേരെ ചെവി ചായ്ക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കൊതിക്കുന്ന മനസ്സാണ് ശരിക്കും മനുഷ്യൻ്റെ. ഇവിടെയാണ് സങ്കീർത്തകൻ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തോട് പറയുകയാണ്, കർത്താവെ, നിന്റെ ചെവി ഒന്ന് ചാച്ചു തരിക, ഞാൻ എൻ്റെ ഹൃദയവികാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തമ്പുരാൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്, മറ്റുള്ളവർ നിന്നോട് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് നീ മറ്റുള്ളവർക്കായിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, നമ്മളെ കേൾക്കുന്ന ഒരാൾ, നമ്മുടെ കൂടെ ഇരിക്കാൻ സമയമുള്ള ഒരാൾ, ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്നൊരു വ്യക്തി. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം ഓർക്കുക, നീ മറ്റുള്ളവരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് നീ മറ്റുള്ളവർക്ക് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ആയിരിക്കാം. അവരെ ഒന്ന് കേൾക്കുവാനായിട്ട്, അവരുടെ വേദന ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്, അവരിങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനൊരു സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നിസ്സഹായൻ്റെ പ്രാർത്ഥന 86-ാം സങ്കീർത്തനം ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിസ്സഹായരായ മനുഷ്യരുണ്ട്. ഒരു ചെവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഒന്ന് കൂടെ ഇരിക്കാനായിട്ട് ആളെ കാത്തിരിക്കുന്നവർ, നമുക്ക് അവരിലേക്ക് എത്തിച്ചെല്ലാം, അവരുടെ കൂടെ ആയിരിക്കാം. ഇന്നത്തെ ദിവസം ആ ദൈവത്തിൻ്റെ ഉപകരണമായി മാറിക്കൊണ്ട് മറ്റുള്ളവരൊന്ന് ശ്രവിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പാലയ മാം പ്രഭു ശ്രീയേശുദേവാ, പാവന ചരിത നാമാമ്യകം. പാലയ മാം പ്രഭു ശ്രീയേശുദേവാ, പാവന ചരിത നാമാമ്യകം. പരിതാപമകലാൻ യേശുവിൻ നാമം, പരിതാപമകലാൻ യേശുവിൻ നാമം.
നാവിൽ തോന്നേണം ദയാനിധേ. പാലയമാം പ്രഭു ശ്രീയേശുദേവാ. ഈ ദിവസങ്ങളിൽ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ഞാൻ ഓർക്കുകയാണ്. അത് അമേരിക്കയിലാണ്. ഒരു യുവാവ്, അവൻ വലിയ മടിയനാണ്. ഒരു പണിയും ചെയ്യാൻ അവന് താല്പര്യമില്ല. പല കമ്പനിയിലും അവനെ ജോലിക്കെടുത്തു. പക്ഷേ ഇവനൊരു പണിയും ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ പിരിച്ചുവിടുകയാണ്. ജോലിക്ക് ആർക്കും വേണ്ട. ഇവനൊരു മടിയനാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ മനസ്സിലാക്കി, എനിക്കിങ്ങനെ അധികം പണിയെടുക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവൻ അതിൽ നിന്ന് ഒരു ഉൾക്കാഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് അവനൊരു യൂട്യൂബിലൊരു പരസ്യമിടുകയാണ്. ആർക്കെങ്കിലും കൂടെ വെറുതെ ഇരിക്കുവാനായിട്ട് ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. എന്നിട്ട് അവനതിന് ചാർജുമിട്ട് 1 മണിക്കൂർ കൂടെ ഇരിക്കുന്നതിന് ഇത്ര $. പ്രിയപ്പെട്ടവരെ, ആ യൂട്യൂബിൽ പറയുകയാണ്, ആ ഒരു പരസ്യം കണ്ടുകൊണ്ട് അനേകർ അവനെ വിളിച്ചു, അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എൻ്റെ കൂടെ 1 മണിക്കൂർ ഇരിക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം എൻ്റെ കൂടെ ഇരിക്കുക, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കുക, എൻ്റെ കൂടെ ഒന്ന് മാർക്കറ്റിങ്ങിന് വരിക. ഇങ്ങനെ അനേകർ വിളിച്ചു തുടങ്ങിയ. ഇന്ന് അവൻ അതൊരു വലിയ ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അവൻ മാത്രമല്ല, ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് അവന് സാധിക്കാത്തത് കൊണ്ട് ഇന്ന് അവനൊരു കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ കൂടെ പോയിരിക്കുവാനായിട്ട്, അവരോട് സംസാരിക്കുവാനായിട്ട്, അവരുടെ കൂട്ടത്തിൽ ഒരു ചീട്ട് കളിക്കാനാണ് ചീട്ട് കളിക്കാൻ, ക്യാരംസ് കളിക്കാനാണ് ക്യാരംസ് കളിക്കാൻ, അവരുടെ കൂടെ ആയിരിക്കുവാനായിട്ടൊരു കമ്പനി തുടങ്ങിയിരിക്കുക. ഇന്നത് വളരെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള രസകരമായൊരു വീഡിയോ ഞാൻ കാണുക. പ്രിയപ്പെട്ടവരെ, നാം അത് കാണുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും അതിൻ്റെ പിന്നിൽ നമ്മോട് പറയുന്ന വലിയൊരു സത്യമുണ്ട്. ഒത്തിരി മനുഷ്യർ ഇന്ന് ആഗ്രഹിക്കുന്ന എന്താ? കൂടെ ഇരിക്കുവാനൊരാൾ, കൂടെ നടക്കുവാനൊരാൾ, തന്നോട് കുറേ നേരം ഒന്ന് സംസാരിക്കാനൊരു വ്യക്തി. ഇതിന്ന് ലോകം ആഗ്രഹിക്കുകയാണ്. ഇതാണ് നിസ്സഹായനായ ഈ മനുഷ്യൻ ദൈവത്തോട് പറയുക, കർത്താവേ, നിൻ്റെ ചെവി ഒന്ന് ചാച്ചുതാ, എൻ്റെ ഹൃദയമൊന്ന് തുറന്നു വയ്ക്കട്ടെ, എൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളൊന്ന് ചൊരിഞ്ഞിടട്ടെ. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നമ്മുടെയൊക്കെ മനുഷ്യർ ദാഹിക്കുകയാണ് ഒരു കൂട്ടിനു വേണ്ടി. എന്തുകൊണ്ടാണ് ഇത്രമാത്രം പാളിച്ചകൾ ഇന്ന് കുടുംബജീവിതങ്ങളിൽ വരിക? നമ്മളൊക്കെ കുടുംബജീവിതങ്ങളെ അടുത്തറിയുമ്പോൾ പല കുടുംബങ്ങളിൽ ഈ ഫോൺ ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും അവർ ജീവിക്കുന്നു, പക്ഷേ മറ്റ് ചില വ്യക്തികളുമായിട്ടുള്ള ഫോൺ ബന്ധങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഫോൺ വിളികൾ കൂടിക്കൊണ്ടിരിക്കണം. അത് വലിയൊരു കൂട്ടുകെട്ടിലേക്ക് വളർന്നു പറഞ്ഞു. ചില സമയത്തെങ്കിലും അത് തകർച്ചയിലേക്ക് പോയി ആദ്യത്തെ കുടുംബത്തെ തകർത്തുകൊണ്ട് രണ്ടാമത്തെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്ന ചില അവസ്ഥകൾ, കുടുംബ ബന്ധങ്ങൾ തകരുന്ന ചില മേഖലകൾ നമ്മൾ കാണാറുണ്ട്. ചിലരെ നമുക്ക് അത്ഭുതം തോന്നും. 2-3 കുട്ടികളുള്ള സ്ത്രീകൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു കൂട്ടുകെട്ട്, ഒരു ഫോണിലൊരു വ്യക്തിയുമായിട്ട് കൂട്ടുകൂടുന്നു, അവനുമായിട്ട് ഇറങ്ങിപ്പോകുന്നു, കുഞ്ഞുങ്ങളെ പോലും മറന്നിറങ്ങിപ്പോകും. കാണുമ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് ഭയം തോന്നുമെങ്കിലും അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു സത്യമുണ്ട്. തൻ്റെ ഹൃദയവികാരങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിക്ക് വേണ്ടി ദാഹിക്കുകയാണ് ഈ ലോകം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഈശോ പറയുന്ന വലിയ സത്യമുണ്ട്. നിങ്ങൾ ചെവി ചായ്ക്കുവാനായിട്ട് മുന്നോട്ട് വരിക. നിങ്ങളിങ്ങനെ പറയുന്നതിൽ ഒത്തിരി താല്പര്യം കാണിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ശ്രവിക്കുവാനുള്ളൊരു മനസ്സ് അത് ആവശ്യമാണെന്ന് ഈശോ പറയുക. നമ്മുടെ ജീവിത പങ്കാളി തന്നെ ആയിക്കോട്ടെ, നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, ഇവരെല്ലാവരും ഈ വികാരങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ മനസ്സിൻ്റെ നൊമ്പരങ്ങളൊന്ന് പങ്കുവയ്ക്കുവാനായിട്ട്, കൂടെ കുറച്ച് നേരം ഇരുന്ന് കിട്ടുവാനായിട്ട് നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കാറ്. നമ്മൾ മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. സ്വന്തം ജീവിത പങ്കാളിയുടെ വിങ്ങലുകൾ കാണാൻ നമുക്ക് സമയമില്ല. നമ്മുടെ മക്കളുടെ കൂടെ ഒന്നിരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? അവരെ ശ്രവിക്കുന്ന വ്യക്തികളെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ യൂട്യൂബുകൾ തിരക്കുന്നു, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. കടന്നു ചെല്ലുന്നത് പലപ്പോഴും ആപത്തിലേക്കാണ്. പലപ്പോഴും എന്താ കാരണം? അവരെ ഒന്ന് ശ്രവിക്കുവാനായിട്ട് നമുക്ക് സമയം കൊടുക്കാൻ ഉണ്ടാകാതെ വന്ന അവസ്ഥകൾ. ഇവിടെ ഈശോ ഇന്ന് നമ്മോട് പറയുകയാണ്, ഇതാ നിസ്സഹായൻ്റെ പ്രാർത്ഥന. കർത്താവേ, നിൻ്റെ കാതുകളെ എനിക്കൊന്ന് ചായ്ച്ചു തരണമേ.
ഈ ദൈവത്തിൻ്റെ ഉപകരണമായി മാറുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ഇന്നേ ദിവസം വേദനിക്കുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ ഒന്ന് ചെന്ന് കാണുവാനായിട്ട്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഫോൺ വിളിച്ച നമ്മുടെ ചില പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ സഹോദരങ്ങളാവാം, തിരക്കിൻ്റെ ഇടയിൽ നമ്മളങ്ങ് വിട്ടുപോവുകയാണ്. നമുക്കൊന്ന് സമയമെടുത്ത് ഒന്ന് അവരോട് സംസാരിക്കാൻ, അവരുടെ വേദന ഒന്ന് കേൾക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സമയം ചെലവഴിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദുരിതപൂരിതമാ ജീവിതധാരയിൽ ശരണമേകും ദിവ്യ ജ്യോതി സ്വരൂപ. ദുരിതപൂരിതമാ ജീവിതധാരയിൽ ശരണമേകും ദിവ്യ ജ്യോതി സ്വരൂപ. മഹാത്ഭുത സംഭവ സ്മരണയിൽ നിത്യം കുടികൊള്ളണേ. പാലയമാം പ്രഭു ശ്രീയേശുദേവാ. പാവന ചരിത നാമാമ്യകം പരിതാപമകലാ യേശുവിൻ നാമം. പരിതാപമകലാ യേശുവിൻ നാമം. നാവിൽ തോന്നേണം ദയാനിധേ. പാലയമാം പ്രഭു ശ്രീയേശുദേവാ. വീണ്ടും നമ്മൾ ഈ സങ്കീർത്തനത്തിലേക്ക്, 86-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, ഏതാനും വാചകങ്ങൾ കഴിയുമ്പോൾ ഈ സങ്കീർത്തകൻ പറയുകയാണ്, ദൈവം ചെവി ചാച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി. ദൈവത്തിൻ്റെ പക്കലേക്ക് അവൻ്റെ മനസ്സ്, ഇതാ ഞാൻ എൻ്റെ മനസ്സിനെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തണം. ഇതാണ് സത്യത്തിൽ ജീവിതത്തിൽ സംഭവിക്കുക. ഒരു വ്യക്തി നമുക്ക് വേണ്ടി ചെവി ചാച്ചു തരുമ്പോൾ ആ വ്യക്തിയിലേക്ക് നമ്മുടെ മനസ്സ് ഉയരുകയാണ്. ഇവിടെ ഈ സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവ് നിന്റെ ചെവി ഒന്ന് ചായ്ക്കണമേ എന്ന് പറഞ്ഞ് ദൈവം അതനുസരിച്ച് ചെവി ചായ്ച്ചു കൊടുത്തപ്പോൾ, അടുത്ത വചനങ്ങളിലേക്ക് വരുമ്പോൾ ഈ സങ്കീർത്തകൻ പറയുകയാണ്, ഇതാ എൻ്റെ മനസ്സിനെ ഞാൻ നിന്റെ പക്കലേക്ക് ഉയർത്തും. വീണ്ടും വരുന്ന വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, മനസ്സിനെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തിയപ്പോൾ ഇവൻ തിരിച്ചറിയുകയാണ്, ഒത്തിരിയേറെ അഭിഷേകമുള്ള വ്യക്തിയാണ് ഞാൻ, ഒത്തിരിയേറെ കൃപ എനിക്കുണ്ട്. അവൻ്റെ കാണാത്ത വശങ്ങളിലേക്ക് അവൻ കടന്നില്ല. അവൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ അവൻ അനുഗ്രഹീതനാണെന്ന് അവൻ തിരിച്ചറിയുകയാണ്. അവൻ്റെ പരാതികൾ മാറുകയാണ്. അവൻ വിളിച്ചു പറയുകയാണ്, ദൈവമേ എത്രയോ അനുഗ്രഹങ്ങൾ നീ എനിക്ക് നൽകിയിരിക്കണം, എത്രയോ കൃപയുള്ള മനുഷ്യനാണ് ഞാൻ. അവൻ്റെ മനോഭാവം മാറിയ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അവനെ തന്നെ തിരിച്ചറിയാനായിട്ട് അവന് സാധിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റേജായിട്ട് നമ്മൾ 86-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുക. ദൈവം ചെവി ചാച്ച് അവനെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സറിയാതെ ദൈവത്തിലേക്ക് വരണം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാതുകൾ ചിലർക്ക് വേണ്ടി ഒന്ന് ചായച്ചു കൊടുത്താൽ നൊമ്പരപ്പെട്ട് കഴിയുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്നവരുടെ മനസ്സ് ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഉപകരണമായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ ഈ സങ്കീർത്തനത്തിൻ്റെ സമാപന അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുക, സങ്കീർത്തകൻ അവസാനം പറയുകയാണ്, ദൈവമേ നിനക്ക് നന്ദി പറയാതെ എനിക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും? എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. നോക്കുക, ആരംഭിച്ചവിടുന്ന നിസ്സഹായ നിരാശപ്പെട്ടൊരു മനുഷ്യൻ അവനൊരു ചെവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ചെവി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് ദൈവത്തിലേക്ക് ഉയർന്നു. അപ്പോൾ ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങൾ അവന് കാണാൻ സാധിച്ചു.
ഈ സങ്കീർത്തനം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: തമ്പുരാനെ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, അർഹിക്കാത്ത ഒത്തിരി കൃപകൾ നൽകി നീ എന്നെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവസന്നിധിയിൽ നമ്മൾ നമ്മുടെ വേദനകളുമായിട്ട് ചെല്ലുമ്പോൾ കർത്താവ് ചെവി ചായ്ച്ചു തരും. ആ ചെവി ചായ്ച്ച സമയത്ത് നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് വരും. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതൊരു നന്ദി നിറഞ്ഞ ഹൃദയത്തിലേക്ക് നമ്മളെ നയിക്കും. ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മെ തന്നെ അവൈലബിൾ ആക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപ. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ വചനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകൾ കർത്താവിൻ്റെ പക്കൽ ചൊരിയാം, നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. നന്ദിയുള്ളൊരു ഹൃദയത്തോടു കൂടെ നമുക്കിന്ന് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ സാന്നിധ്യം ഒരു അനുഗ്രഹമായി മാറട്ടെ. പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട് കഴിയുന്നവരിൽ നിസ്സഹായർക്ക് ദൈവത്തിൻ്റെ ഉപകരണമാകുവാനായിട്ട് ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, നിങ്ങളുടെ വചനത്തെ ഓർത്ത് നന്ദി പറയുക. ഇന്നേ ദിവസം കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങൾ ഇതാ അങ്ങയുടെ പക്കലേക്ക് ഇറക്കി വയ്ക്കും. ഇതുപോലെ ചുറ്റും ഭാരം വയ്ക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. അവരുടെ ഭാരം കൂടി വഹിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അതാ ഞങ്ങളുടെ മനസ്സുകളെ ദൈവമേ നിൻ്റെ പക്കലേക്ക് ഉയർത്തും. നീ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും ഞങ്ങൾ കാണാതെ പോയി. നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. നന്ദിയുള്ളൊരു മനസ്സോടുകൂടെ സാധിക്കുന്ന നന്മകൾ അർഹിക്കുന്നവർക്ക് ചെയ്തുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒറ്റപ്പെട്ട് കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന മക്കളിലേക്ക് കടന്നു ചെല്ലുവാൻ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ഉപകരണമാക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗതികൾക്കാശ്രയം അരുളുന്ന ദേവാ, ആശ്രിത ദീനബന്ധോ യേശുദേവാ. അഗതികൾക്കാശ്രയം അരുളുന്ന ദേവാ, ആശ്രിത ദീനബന്ധോ യേശുദേവാ. ആത്മവിശുദ്ധിയേകും തവ ദർശനം, ആത്മവിശുദ്ധിയേകും തവ ദർശനം. മിശിഹാനാഥനാ യേശുദേവാ, പാലയ മാം പ്രഭു ശ്രീയേശുദേവാ. പാവന ചരിത നാമാമ്യകം പരിതാപമകലാൻ യേശുവിൻ നാമം, പരിതാപമകലാൻ യേശുവിൻ നാമം. നാവിൽ തോന്നേണം ദയാനിധേ, പാലയ മാം പ്രഭു ശ്രീയേശുദേവാ.